ഹലോ അമ്മാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മസാല ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു അര സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല ദോശയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ എല്ലാവരും സപ്പോർട്ടും ലൈക്കും ചെയ്യാൻ മറക്കരുതേ. മസാല ദോശ എല്ലാവർക്കും ഇഷ്ടമായ ഒരു വിഭവമാണല്ലോ. എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണേ. പിന്നീട് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. വെള്ള ഉഴുന്ന്, കടലപ്പരിപ്പ് എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായി വഴണ്ട് വരേണ്ട ആവശ്യമുള്ളൂ. ബ്രൗൺ നിറമാകണമെന്നില്ല. ഒന്ന് ഇളക്കിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നീട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും, 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ടതും, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും, ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള കുറച്ച് ചുടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് അതിലേക്ക് 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് മല്ലിയില ചേർത്ത് മാറ്റി വയ്ക്കാം. ദോശയാണ് ഞാൻ പിന്നീട് ഉണ്ടാക്കിയത്. ദോശ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ചുട്ടെടുക്കാവുന്നതാണ്. മസാല ദോശ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണല്ലോ. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയുന്ന ഷേപ്പിൽ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. മസാല ദോശയിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റും മണത്തിനും വേണ്ടിയാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ നെയ്യിൻ്റെ മണം ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മസാല ദോശ വളരെ നല്ല ടേസ്റ്റായിരിക്കും. റെഡി ആയിട്ടുണ്ട്. മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചട്നിയും സാമ്പാറും ചേർത്താണ് ഞങ്ങൾ കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.